ഇനി എന്ത് ചെയ്യുന്നാണ് ആലോചിക്കേണ്ടത്. ശങ്കർജി സാറിനെ കണ്ട് ഇക്കാര്യം സംസാരിച്ചാലോ? അതെ, സംസാരിക്കാം. പെട്ടെന്ന് വിവാഹം നടത്തിത്തരാൻ പറയണം. വിവാഹം നടത്താനോ? നീ എന്താ ഈ പറയുന്നത്? അതെ, നമുക്ക് ഡൈവേഴ്സ് വരെ ഒന്നും കാത്തിരിക്കണ്ട. ഏതായാലും രണ്ടു കൂട്ടരും തയ്യാറായിരിക്കല്ലേ. പിന്നെയുള്ളത് നിയമപരമായ തടസ്സം. അത് ഇപ്പൊ കണക്കാക്കണ്ട. ഏയ്, അതൊന്നും ശരിയാവില്ല. അപ്പൊ പിന്നെ കേസ് വിധിയാകുന്നവരെ കാത്തിരിക്കേണ്ടി വരും. എന്നാ പിന്നെ കൂടുതലൊന്നും ആലോചിക്കണ്ട. അങ്ങനെ ആവാം മോനെ. നീ ശങ്കർജി സാറിനോടൊന്ന് സംസാരിച്ചു നോക്ക്. നമുക്ക് വിവാഹം ഉടനെ നടത്താം. നിങ്ങൾ എന്ത് മണ്ടത്തരേ പറയുന്നത്? വിവാഹമോചന കേസ് കോടതി കിടക്കുമ്പോ സുമിത്ര വേറെ വിവാഹം ചെയ്താ പിന്നെ കേസ് വേറെയാ. പിന്നെ എന്തു ചെയ്യും? ഒരു കാര്യം ചെയ്യാം, നമുക്ക് സുമിത്രയുടെ വക്കീലിനെ ഒന്ന് കാണാം. ഇങ്ങനെയൊക്കെ ആകാമോ എന്ന് ഒന്ന് ചോദിക്കാലോ. കുഴപ്പമില്ലെങ്കിൽ പെട്ടെന്ന് വിവാഹം നടത്തി നിനക്ക് തിരിച്ചു പോവാ. പറഞ്ഞില്ലേ, അങ്ങനെ ചെയ്താൽ. ദേ, ചിന്തിച്ചേക്കാൻ സമയമില്ല. നീ വേഗം റെഡിയാവാ. നമുക്ക് അഡ്വക്കേറ്റിനെ ചെന്ന് കാണാം. ചെല്ലേ. മോനകത്ത് കയറിയിരിക്കെ. ഡൈവോഴ്സ് ഒരു സിമ്പിൾ പ്രോസസ് അല്ല. ചിലപ്പോൾ വളരെ നീണ്ടുപോവാം, ചിലപ്പോൾ അത്ഭുതകരമായ വേഗത്തിലും നടക്കാം. ഈ കോണ്ടസ്റ്റിൽ അതാണ് പറഞ്ഞു വരുന്നത്. ഇവിടെ സുമിത്രയും പ്രസാദും പിരിയാൻ സമ്മതം മൂളിയിട്ടുണ്ടെങ്കിലും കോടതി പ്രഥമ ദൃഷ്ട്യാ അതുടൻ നടപ്പിൽ വരുത്താൻ ഉത്തരവിടണമെന്നില്ല. അതിനാണ് കൗൺസിലിംഗ് എന്നൊരു കടമ്പ കൂടി വച്ചിരിക്കുന്നത്. പിരിഞ്ഞു പോകാൻ ശ്രമിക്കുന്നവരെ പോലും ഒന്നിപ്പിക്കാൻ കോടതി ലാസ്റ്റ് മൊമെന്റ് വരെ ശ്രമിക്കും. അപ്പോ ഇവരുടെ വിവാഹത്തിന് കുറച്ചുകൂടെ കാത്തിരിക്കേണ്ടി വരും അല്ലേ? വേണ്ടി വന്നേക്കാം. ഈ കൗൺസിലിംഗ് ഒഴിവാക്കിക്കൂടാ സാർ? ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഒഴിവാക്കിക്കൂടെ എന്ന് ചോദിക്കാമല്ലോ. കൗൺസിലിംഗിൽ കൗൺസിലർക്ക് പാർട്ടികളെ സ്വാധീനിക്കാൻ കഴിയും അല്ലേ? സ്വാധീനിക്കുക എന്ന് വെച്ചാൽ ഒരു ഡൈവോഴ്സിൽ നിന്നും പിന്തിരിപ്പിക്കാൻ പരമാവധി ശ്രമിക്കുക എന്നാണ് അർത്ഥം. അതിനുവേണ്ടി രണ്ടുപേരെയും, ഭർത്താവിനെയും ഭാര്യയും കൗൺസിലർ ഒന്നിച്ചും സെപ്പറേറ്റ് ആയും വിളിച്ച് സംസാരിക്കും. ഒരു തരം ബ്രെയിൻ വാഷിംഗ് അല്ലേ? ആരോഗ്യകരമായ ബ്രെയിൻ വാഷിംഗ് എന്ന് പറയണം. പക്ഷേ സുമിത്രയുടെ കാര്യത്തിൽ അത് തീർത്തും അനാരോഗ്യകരമായിരുന്നു. കാരണം പ്രസാദമൊത്തുള്ള ജീവിതം സുമിത്രയ്ക്ക് നരകതുല്യമായിരുന്നു. കൗൺസിലർക്ക് അത് മനസ്സിലാവണമെന്നില്ലല്ലോ. കൗൺസിലിംഗ് കൊണ്ട് മനസ്സ് മാറാറുണ്ടോ? മാറാം, മാറാതിരിക്കാം. നത്തിങ് ഈസ് പ്രെഡിക്റ്റബിൾ. പിന്നെ അങ്ങനെ സംഭവിച്ച ഉദാഹരണങ്ങൾ ധാരാളമുണ്ട്. സുമിത്രയുടെ മനസ്സ് ഒരിക്കലും ഇനി മാറില്ല സാർ. പ്രസാദിന്റെ മനസ്സുകൊണ്ട് സുമിത്ര എന്നെ ഉപേക്ഷിച്ച് കഴിഞ്ഞു. കോടതി അവരെ എത്രയും വേഗം ഫ്രീ ആക്കി തന്നാ മതി. ദിലീപിന് എന്നൊരു ലീവുണ്ട്. ലീവ് തീർന്നു. ഉടനെ തിരികെ ചെല്ലണമെന്ന് പറഞ്ഞ് എനിക്ക് കോൾ ഉണ്ടായിരുന്നു. അതാ ഇപ്പൊ കാര്യങ്ങൾ അറിയാൻ ഇങ്ങോട്ട് വന്നത്. ഇനി ഇങ്ങനെ ഇൻഡെഫിനിറ്റ് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് വിവാഹകാര്യത്തിൽ എത്രയും വേഗം ഒരു തീരുമാനം ഉണ്ടാവണം. ദിലീപിനൊരു കാര്യം ചെയ്യാം. അഥവാ ഡൈവോഴ്സിന്റെ തീരുമാനം വൈകുകയാണെങ്കിൽ തൽക്കാലം ഒരു എൻഗേജ്മെന്റ് നടത്തി വെച്ചിട്ട് പോവാം. മടങ്ങി വരുമ്പോഴേക്കും മിക്കവാറും ഡൈവോഴ്സ് എഫക്റ്റ് വന്നിരിക്കും. എന്തു പറയുന്നു? ജസ്റ്റ് ആൻ എൻഗേജ്മെന്റ്. നിയമപരമായ രേഖയിൽ ഒപ്പിടുന്നതൊക്കെ പിന്നീട് മതി. എന്തു പറയുന്നു? അഡ്വക്കേറ്റിന്റെ ആ സജഷൻ നല്ലതാണ്. എത്രയും വേഗം എൻഗേജ്മെന്റ് നടത്തി വെക്കണം.
അങ്ങനെ ധൃതി പിടിച്ച് എന്തെങ്കിലും ചെയ്തിട്ട് അർത്ഥമുണ്ടോ പ്രേം? കൗൺസിലിങ്ങിൻ്റെ കാര്യം അഡ്വക്കേറ്റ് പറഞ്ഞു കേട്ടില്ലേ? അത് അയാൾ ജനറലായിട്ട് പറഞ്ഞാണ്. എല്ലാ തലകൾക്കും ആ തൊപ്പി പാകമാകണമെന്നുണ്ടോ? ഇനിയും സുമിത്രയെ ദിലീപിന് അറിഞ്ഞുകൂടെ? അറിയാം, പക്ഷേ സുമിത്രയുടെ റിയാക്ഷനിൽ, സംസാരത്തിൽ, മൗനത്തിൽ ഒക്കെ എന്തോ എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല പ്രേം. ഈ ഡൈവോഴ്സിൽ സുമിത്രയുടെ യഥാർത്ഥ മാനസികാവസ്ഥ എന്താണെന്ന് വ്യക്തമാവുന്നില്ല. റിലീഫാണോ അതോ നിരാശയോ? 1 വർഷം ഒന്നിച്ച് ജീവിച്ചവരാണവർ, ഇണങ്ങിയും പിണങ്ങിയും. പെട്ടെന്ന് അതത്രയും മറക്കാൻ ഒരു സ്ത്രീക്ക് കഴിയൂ? ഐ എം ടോട്ടലി കൺഫ്യൂസ്ഡ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, സത്യം എന്താണെന്ന് അന്വേഷിക്കുകയാണ്. സ്വപ്ന ലോകത്തിലാണോ ഇപ്പോഴും എൻ്റെ സഞ്ചാരമെന്ന് തോന്നിപ്പോകുന്നു. തൻ്റെ ആലോചന കാട് കയറുകയാണ്. നമുക്ക് ഈ വിഷയം ഇനി ചർച്ച ചെയ്യണ്ട. ശങ്കർജി സാറുമായി സംസാരിച്ചിട്ട് മതി ബാക്കി ഡിസ്കഷൻ. നീ ചായ കുടിക്ക്. അതിപ്പോ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. കോടതി വിധിയുടെ കാര്യം. ദിലീപിന് ലീവ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു അല്ലേ? ഉടനെ മടങ്ങി ചെല്ലണമെന്ന് MD നേരിട്ട് അവനെ വിളിച്ച് പറഞ്ഞ്. സർക്കാർ ജോലിയൊന്നുമല്ലല്ലോ, നമ്മുടെ നാട് പോലെയല്ല. അവിടുത്തെ നിയമങ്ങൾ വളരെ കർക്കശമല്ലേ? അപ്പൊ പിന്നെ എന്തു ചെയ്യും? ദിലീപ് എന്തു പറഞ്ഞു? വിവാഹം ഇത്തിരി വൈകിയാലും കുഴപ്പമില്ല, ഒരു എൻഗേജ്മെന്റ് നടത്തി വെക്കാലോ എന്ന് പറഞ്ഞു. എന്താ സാർ? അതൊരു നല്ല സജഷനാണ്. അത് അത്യാവശ്യവുമാണ്. സത്യത്തിൽ ഞാൻ അങ്ങോട്ട് പറയേണ്ടതാണ് ദിലീപ് ഇങ്ങോട്ട് നിർദ്ദേശിച്ചിരിക്കുന്നത്. സത്യം പറയട്ടെ സാർ, ദിലീപ് ഇപ്പോഴും ആശയക്കുഴപ്പത്തിലാണ്, ടെൻഷനിലാണ്. ടെൻഷനില്ലോ? എന്തിന്? സുമിത്രയുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് ഇപ്പോഴും ഈ നിമിഷം വരെയും ദിലീപിന് പൂർണ്ണമായിട്ട് അറിയില്ലല്ലോ. ദിലീപിന് മാത്രമല്ല, നമുക്കാർക്കും അറിയില്ല. കൗൺസിലിങ്ങിന്റെ നേരത്ത് സുമിത്രയുടെ മറുപടി അനുകൂലമാവുമോ എന്ന് ദിലീപിന് കൺഫ്യൂഷനുണ്ട്. ഒരു കൺഫ്യൂഷന്റെ ആവശ്യമില്ലെന്ന് ദിലീപിനോട് പ്രേം പറയൂ. ഞാനല്ലേ ദിലീപിന് വാക്ക് കൊടുത്തിരിക്കുന്നത്, അതും സുമിത്രയോട് പലവട്ടം ആലോചിച്ച ശേഷം. കൗൺസിലിംഗിൽ സുമിത്ര ഡൈവേഴ്സിന് അനുകൂലമായി സംസാരിക്കും, തീർച്ചയാണ്. ആ സുമിത്രേ, ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനാണ് പ്രേം വന്നത്. ദിലീപിന് ഇനി ലീവ് അധികമില്ലത്രേ, ഉടനെ മടങ്ങിപ്പോണം. അതുകൊണ്ട് എത്രയും വേഗം നിങ്ങളുടെ എൻഗേജ്മെന്റ് നടത്തണം. എൻഗേജ്മെന്റോ? ദിലീപിന്റെ സജഷനാണ്. അതാകാം അല്ലേ? തീരുമാനിക്കേണ്ടത് നീയാണ്. എൻഗേജ്മെന്റ് നടത്തിയിട്ട് പോയാൽ അടുത്ത ലീവിന് വരുമ്പോ മതി വിവാഹം. എന്താ? അത് വേണ്ടച്ചാ, ഇപ്പൊ ഒന്നും വേണ്ട. കേസ് നടക്കല്ലേ, അത് കഴിയട്ടെ. കേസും എൻഗേജ്മെന്റും ആയി എന്താ ബന്ധം? ബന്ധം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പെട്ടെന്നൊരു എൻഗേജ്മെന്റ് എന്തായാലും വേണ്ട. കുഴപ്പമില്ല, ഞാൻ സാവകാശം അവളെ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. നീ എന്താ അങ്ങനെ പറഞ്ഞത്? പ്രാക്ടിക്കലായ കാര്യമല്ലേ ദിലീപ് പറഞ്ഞത്. അന്യനാട്ടിൽ ജോലി നോക്കുന്നവർക്ക് അതിന്റെ റിസ്ക് അറിയൂ. ലീവ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. അതുകൊണ്ടാണ് ഒരു എൻഗേജ്മെന്റ് നടത്തി വെക്കാൻ ദിലീപ് സജസ്റ്റ് ചെയ്തത്. നീ അത് വേണ്ടെന്ന് പറഞ്ഞതിന്റെ കാരണമാണ് എനിക്ക് മനസ്സിലാകാത്തത്. എന്താ നീ ഉദ്ദേശിച്ചത്? ഞാനൊന്നും ഉദ്ദേശിച്ചില്ല. പിന്നെ എൻഗേജ്മെന്റ് നടത്തുന്നതിന് എന്താ തടസ്സം? എപ്പോഴായാലും ദിലീപ് അല്ലേ നിന്റെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്നത്. വിവാഹം അടുത്ത ലീവിന് മതി, പക്ഷെ എൻഗേജ്മെന്റ് നടത്താമല്ലോ. നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? നിങ്ങളുടെ വിവാഹം വിവാഹം
ഈ ഒരൊറ്റ വിചാരമുള്ള അച്ഛനിപ്പോ എങ്ങനെ എന്റെ വിവാഹം നടന്നു കാണുക? ബാക്കിയൊക്കെ മറക്കുക അച്ഛൻ. ശരിയാ മോളെ, അച്ഛന്റെ മനസ്സിൽ ഇപ്പൊ അത് മാത്രമേ ഉള്ളൂ, നിന്റെ വിവാഹം. ഒരിക്കൽ അച്ഛനത് നടത്തിയതാണ്, ഒരുപാട് പ്രതീക്ഷകളോടെ. പക്ഷേ വിധി ചതിച്ചു കളഞ്ഞു. അന്ന് തുടങ്ങിയതാണ് അച്ഛന്റെ നെഞ്ചിൽ നടുക്കം. എന്റെ മാത്രമല്ല, പെൺകുട്ടികളുള്ള ഏത് അച്ഛന്റെ നെഞ്ചിലും ഈ നടുക്കമുണ്ടാവും. അത് പക്ഷേ മക്കൾക്ക് മനസ്സിലാവില്ല. വിവാഹം കഴിഞ്ഞ് ഒരമ്മയാവുമ്പോ ആ വീർപ്പുമുട്ടലും ഉത്കണ്ഠയും എന്റെ മോൾ അറിയും. ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും എല്ലാം മനസ്സിൽ ഈ ഒറ്റ വിചാരം മാത്രമേ നിറഞ്ഞു നിൽക്കൂ. കെടാത്ത തീക്കനൽ പോലെയാണത്. മോള് പറഞ്ഞതുപോലെ എങ്ങനെയും നിന്റെ വിവാഹം നടന്നു കാണാൻ അച്ഛൻ ആഗ്രഹിച്ചിട്ടില്ല. ഒരു ബന്ധത്തിന്റെ ശിക്ഷയേറ്റ് തളർന്നു പോയവളാണ് എന്റെ കുട്ടി. ഇനി ഒരു നരകം അതൊരിക്കലും നിന്റെ മേൽ വന്ന് വീഴരുതേ ദൈവമേ എന്ന പ്രാർത്ഥനയിലാണ് എന്റെ മനസ്സ് ഏതു നേരവും. ദയ തോന്നിയിട്ടാവും ദൈവം ആ ചെറുപ്പക്കാരനെ എന്റെ മുമ്പിൽ എത്തിച്ചത്. പരിചയപ്പെട്ടപ്പോ, അടുത്തറിഞ്ഞപ്പോ മനസ്സിലൊരു പ്രതീക്ഷ തോന്നി. എന്റെ കുട്ടിയെ ഇയാൾ കഷ്ടപ്പെടുത്തില്ല, കണ്ണീര് കുടിപ്പിക്കില്ല. തെറ്റാണോ ശരിയാണോ എന്ന് ഉറപ്പില്ല, പ്രതീക്ഷയാണ്. പ്രതീക്ഷിക്കാതെ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണ് അച്ഛൻ. മോൾക്കറിയാമല്ലോ, എപ്പോ വേണമെങ്കിലും അച്ഛൻ യാത്ര പറഞ്ഞു പോവാം. അച്ഛാ മതി, ഞാൻ അറിയാതെ എന്തോ പറഞ്ഞു പോയി. എന്നോട് ഇനി ഒരിക്കലും അച്ഛനെ ഞാൻ വേദനിപ്പിക്കില്ല. കരയല്ലോ മോളെ, അച്ഛന് വിഷമമൊന്നുമില്ല, കരയാതെ. എന്റെ കുട്ടി സുഖമായിരിക്കണം എന്നും. എൻഗേജ്മെന്റിന്റെ കാര്യം ഞാൻ സംസാരിച്ചു. ശങ്കർജി സാറിന് സമ്മതമാണ്. പക്ഷേ സുമിത്രയ്ക്ക് സമ്മതമല്ലല്ലേ? എനിക്ക് നടക്കൂല പ്രേം. ഞാനിത് പ്രതീക്ഷിച്ചാണ്. എന്നും സുമിത്രയ്ക്ക് പകുതി മനസ്സേ ഉണ്ടായിരുന്നുള്ളൂ എന്റെ കാര്യത്തിൽ. സ്വപ്നം കണ്ടതും ആഗ്രഹിച്ചതൊക്കെ ഞാനായിരുന്നല്ലോ. ആ സാരമില്ല, എനിക്കിത് പുതുമയല്ല. ഒരിക്കൽ ഇതുപോലെ തോറ്റു മടങ്ങിയതാണ്. ഇപ്പതാ ഒരിക്കൽ കൂടി